റഷീദ്, ഇന്ന് പാർലമെന്റ് എപ്പോൾ തുടങ്ങും? ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്താണ്? പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കും? 11 മണിക്ക് തന്നെ പാർലമെന്റിന്റെ എല്ലാ നടപടിക്രമങ്ങളും ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ തന്നെ വലിയ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. പ്രത്യേകിച്ചും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടുകൾ എന്നീ വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ സമാജ്വാദി പാർട്ടി, കോൺഗ്രസ്, CPM അടക്കമുള്ള നേതാക്കൾ, MP-മാരൊക്കെ തന്നെയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസവും സമാനമായിട്ടുള്ള രീതിയിൽ ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ പോലും അതൊക്കെ തന്നെയും അപ്പാടെ തള്ളുന്ന ഒരു നിലപാടിലേക്കാണ് രണ്ട് സഭയിലും സ്പീക്കർമാർ കടന്നിരുന്നത്. ഇതിനുശേഷം ഇരു സഭകളിലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമുണ്ടായി. നടുക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിപക്ഷ MP-മാരൊക്കെ തന്നെയും ബഹളം വെക്കുകയും പിന്നീട് സഭ പിരിച്ചുവിടുകയുമായിരുന്നു. സമാനമായിട്ടുള്ള ഒരു പ്രതിഷേധ രീതി തന്നെയായിരിക്കും MP-മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ K രാധാകൃഷ്ണൻ, CPM-ന്റെ രാജ്യസഭാ MP ആയിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, സന്തോഷ് കുമാർ, V ശിവദാസൻ, അതോടൊപ്പം ഹൈബി ഈഡൻ അടക്കമുള്ള MP-മാർ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇനി ഇത് സ്പീക്കർമാർ പരിഗണിക്കുമോ എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. എന്തായാലും സഭ ഇന്നും പ്രക്ഷുബ്ധമാകുമെന്നുള്ളതിൽ ഏതെങ്കിലും തരത്തിൽ സംശയമില്ല. കാരണം ഈ വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും അത് നിരാകരിച്ചു. ഇന്നും അത്തരത്തിലൊരു നീക്കം തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മറ്റൊന്ന് ഏറെ നിർണായകമായിട്ടുള്ളത്, ഈ പാർലമെന്റ് സമ്മേളനത്തിലും നടക്കുന്നതിനിടയിൽ തന്നെ NDA നിർണായകമായിട്ടുള്ള ഒരു യോഗം ചേർന്നിരിക്കുകയാണ്. പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് തന്നെയാണ് NDAയുടെ യോഗമുണ്ടായിട്ടുള്ളത്. ഇതിൽ സുപ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സഭയിൽ കൊണ്ടുവരേണ്ട ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. FCRA ഭേദഗതി ബില്ല്, അതോടൊപ്പം മണ്ഡല പുനർനിർണയ ബില്ല്, അത് വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും CJPയുടെ ആവശ്യങ്ങളോടും അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ MP-മാരുടെ ആവശ്യങ്ങളോടും കേന്ദ്ര സർക്കാർ ഇതുവരെയും അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധം അത് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഇന്ന് നടുക്കളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അജിൽ.